പേജ് നമ്പർ 39 മഹിളാ സശക്തീകരൺ പഹൽ എന്നുള്ള ടോപ്പിക്കാണ് നോക്കുന്നത്. അതായത് വിമൻ എംപവർമെന്റ് ഇനീഷ്യേറ്റീവ്സ്. അതാണ് മഹിളാ സശക്തീകരൺ പഹൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ കുടുംബശ്രീ മിഷൻ राज्य सरकार द्वारा आयोजित गरीबी उन्मूलन और महिला सशक्तिकरण कार्यक्रम है. കുടുംബശ്രീ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തുന്ന പോവർട്ടി അലീവിയേഷൻ അതുപോലെ തന്നെ വിമൻ എംപവർമെന്റ് പ്രോഗ്രാം ആണ്. മലയാളം മേ കുടുംബശ്രീ കാ അർത്ഥ ഹെ പരിവാർ കി സമൃദ്ധി. മലയാളത്തിലെ കുടുംബശ്രീയുടെ അർത്ഥം എന്ന് പറയുന്നത് പരിവാർ, അതായത് ഫാമിലിയുടെ സമൃദ്ധി, പ്രോസ്പെറിറ്റി, ഐശ്വര്യം എന്നൊക്കെയാണ് കേട്ടോ. 1998 में अदायद 1998 में शुरू किया गया यह मिशन महिलाओं के एकत्रित स्तरीय सामुदायिक नेटवर्क के माध्यम से कार्य करता है. 1998 സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ശുരു ചെയ്യാന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു മിഷൻ സ്ത്രീകളുടെ ഒരു ത്രിസ്തരീയ എന്ന് പറഞ്ഞ ത്രീ ടിയർ ആയിട്ടുള്ള സാമുദായിക് നെറ്റ്വർക്ക് എന്നുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് വെച്ചാൽ ഈ മിഷനിൽ കുടുംബശ്രീന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇതിനെ മൂന്ന് തലങ്ങളിലേക്ക് തിരിച്ചിട്ടുണ്ട്. അതാണ് ത്രിസ്തരീയ എന്ന് പറയുന്നത് കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ തന്നെ പഠിക്കും. അപ്പോൾ ജിസ്കാ ഇതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഉൻകി ആയ്, ശിക്ഷ और स्वास्थ्य में सुधार करना है. അപ്പോൾ ഇവരുടെ ഉദ്ദേശം അവരുടെ വരുമാനം, അതുപോലെ തന്നെ ശിക്ഷ, എഡ്യൂക്കേഷൻ, ആയ് എന്ന് പറഞ്ഞ ഇൻകം ആണ് കേട്ടോ, വരുമാനം, ശിക്ഷ, എഡ്യൂക്കേഷൻ, സ്വാസ്ഥ്യ, ഹെൽത്ത്, ഇതിലൊക്കെ സുധാർ കർണ, ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരിക. സാथ ही കൂടെ തന്നെ उन्हें स्थानीय शासन और निर्णय लेने की പ്രക്രിയാओं में भाग लेने के लिए सशक्त बनाना है. അപ്പം ഇതിന്റെ കൂടെ തന്നെ ഇവരുടെ എന്ത് ചെയ്യാൻ, ലോക്കൽ ഗവൺമെന്റിനെ പ്രാദേശിക ഭരണത്തിലും അതുപോലെ തന്നെ നിർണയിലേക്ക് ഒരു തീരുമാനം എടുക്കുന്ന പ്രക്രിയകളിലേക്കൊക്കെ ഇവരെ ഭാഗമാക്കിക്കൊണ്ട് ഇവരെയും കൂടി എംപവർ ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശം കൂടിയുണ്ട്. പിന്നീട് വരുന്ന ഇവരുടെ കുടുംബശ്രീന്റെ ആദ്യത്തെ പെഹല ഉദ്ദേശം എന്ന് പറയുന്നത് പൂർണ്ണ ഗരീബിക്കോ സമാപ്ത കർണ. കുടുംബശ്രീ മിഷൻ കാ പെഹല ഉദ്ദേശം ആദ്യത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് പൂർണ്ണ ഗരീബിക്കോ സമാപ്ത കർണ, അതായത് ഗരീബി, ദാരിദ്ര്യത്തിന്, പോവർട്ടിനെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ഉദ്ദേശമായിട്ട് വരുന്നത്. പിന്നീട് പറയുന്ന മറ്റ് എയിംസും കൂടെ ഉണ്ട്, അതാണ് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ महिला सशक्तिकरण എന്ന് പറഞ്ഞാൽ വിമൻ എംപവർമെന്റ്. महिलाओं को स्वयं सहायता समूहों के गठन, सूक्ष्म उद्यमों को बढ़ावा देना और शिक्षा, स्वास्थ्य और वित्तीय सेवाओं तक पहुंच में സുധാർ കർക്കെ സശക്ത് ബനാന. അപ്പൊ ഇവിടെ ഉദ്ദേശം എന്ന് വെച്ചാൽ സ്ത്രീകൾക്ക് വേണ്ടി സ്വയം സഹായ സംഘങ്ങൾ ഫോം ചെയ്യുക. അതില് സൂക്ഷ്മ ഉദ്യമം എന്ന് പറഞ്ഞാൽ മൈക്രോ എന്റർപ്രൈസ് എന്നാണ് കേട്ടോ. മൈക്രോ എന്റർപ്രൈസുകൾക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യുക, ബഡാവാദേന. അതുപോലെ തന്നെ ശിക്ഷ, സ്വാസ്ഥ്യ, അതായത് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, വിത്തീയ സേവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ സർവീസുകളൊക്കെ അവിടം വരെ അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കാര്യങ്ങൾ എഡ്യൂക്കേഷനിലേക്കും ഹെൽത്തിലേക്കും ഫിനാൻഷ്യൽ സർവീസിന്റെ മേഖലകളിലേക്കൊക്കെ ഇവരെ എത്തിച്ചിട്ട് അതിലൂടെ അവരെന്താ മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ എംപവർ ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് വിമൻ എംപവർമെന്റ് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. സാമുദായിക് കർവായി എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെയാണ് വരുന്നത്. ഇതിൽ स्थानीय सरकारों के नेतृत्व में ठोस सामुदायिक कार्रवाई के माध्यम से गरीबी का समाधान करना. ഇതിൽ നിന്ന് ലോക്കൽ ഗവൺമെന്റിന്റെ ലീഡർഷിപ്പിൽ ശക്തമായ സാമൂഹ്യ ഇടപെടലുകളിലൂടെ പോവർട്ടിനെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ സ്വയം സഹായതാക്കോ ബഡാവാദേന, സെൽഫ് ഹെൽപ്പ് എന്നാണ്. സ്വയം സഹായതയ്ക്ക് പ്രൊമോട്ട് ചെയ്യുക, അതിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ പോയിന്റിൽ ഉദ്ദേശിക്കുന്നത്. गरीबों को संगठित करके और उपलब्ध सेवाओं और संसाधनों को ആവശ്യകവും തക് പहुंचाना. അപ്പൊ ഇവിടെ എന്താ, ഈ ദാരിദ്ര്യത്തിൽ നിൽക്കുന്ന ആൾക്കാരെ ഗരീബോംകോ അവരെ ഓർഗനൈസ് ചെയ്തിട്ട് അവരെ കൂട്ടിച്ചേർത്തിട്ട് സംഘടിപ്പിച്ചിട്ട് അവർക്ക് എന്താ സംഘടിതമാക്കിക്കൊണ്ടതാണ് കേട്ടോ. എന്നിട്ട് അവർക്ക് ഉപലബ്ധമായിട്ടുള്ള സേവനങ്ങളും അതുപോലെ തന്നെ വിഭവങ്ങളും ഒക്കെ ആവശ്യാനുസരണം എത്തിച്ചു കൊടുക്കുന്ന രീതിയാണ് ഇവിടെ പറയുന്നത്. ലാസ്റ്റ് വൺ സാമാജിക്, സാംസ്കൃതിക് और ആജീവിക ഉത്ഥാൻ. അതായത് സാമാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ, മറ്റേത് സാംസ്കൃതിക കൾച്ചറൽ, അതുപോലെ ആജീവിക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈവ്ലിഹുഡിന്റെ ഒക്കെ ഉദ്ധാൻ, അപ്ലിഫ്റ്റ്മെന്റ്, അതിന്റെ ഉയർച്ച, അതാണ് ഇതിനെ പറയുന്നത്. युवा महिलाओं का सामाजिक, सांस्कृतिक और आजीविका के स्तर पर उत्थान सुनिश्चित करना. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, യങ് ആയിട്ടുള്ള ലേഡീസിനെ
എന്താ സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും അതുപോലെ തന്നെ ലൈവ്ലിഹുഡിന് അവരുടെ ഉപജീവനപരമായിട്ടും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ ഒരു എന്താ ഉന്നമനം കൊണ്ടുവരിക എന്നുള്ളത് എൻഷുർ ചെയ്യാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എൻഷുർ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്.